ശബരിമല അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ അതിനെതിരായിട്ട് അതിനീചമായ രീതിയിലുള്ള പ്രചരണങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം നടത്തിയിരുന്നു. കാരണം ശബരിമലയെ ഒരു സുവർണാവസരമാക്കി വിശ്വാസികളെ ഇടതുപക്ഷത്തിനെതിരായി തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ അജണ്ട RSSൻ്റെ അജണ്ടയിൽ നിന്ന് കേരളത്തിൽ പയറ്റിയവരാണ് UDFകാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ശബരിമല പോലെ വിശ്വോത്തരമായ കേരളത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം, ആ തീർത്ഥാടന കേന്ദ്രം അർഹിക്കുന്ന തരത്തിൽ അതിനെ വിപുലപ്പെടുത്താൻ ആഗോളതലത്തിലുള്ള തീർത്ഥാടകർക്ക് ആ ശബരിമലയിൽ വന്ന് സുഗമമായി വളരെ സമാശ്വാസകരമായി തീർത്ഥാടനം നടത്തി തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അതിനുവേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ധാരണകൾ ഉണ്ടാക്കാനും അതിനാവശ്യമായിട്ടുള്ള എല്ലാ തലത്തിലുമുള്ള സഹായം, മൂലധന നിക്ഷേപ സഹായം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സഹായവും കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടി എന്ന നിലക്കാണ് 2018 പമ്പയിൽ നടന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിച്ചത്. ആ സംഗമം സ്മൃതിക്കറിയില്ലേ, 4126 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത ആളുകളിൽ 5000 കസേരകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ കസേര എൻ്റെ കയ്യിൽ എത്രയോ ഫോട്ടോ ഉണ്ട് അവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയത്. നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ അവിടെ 626 പേരെ വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്ത കടലാസ് എടുത്തു കൊണ്ട് വന്നിട്ടാണ് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രതിനിധികൾ അവിടെ 626 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ 4126 രജിസ്റ്റർ ചെയ്തു. 5000-ഓളം ആളുകൾ അവിടെയുണ്ട്. രജിസ്റ്റർ ചെയ്ത 4126-ന് പുറത്ത് ക്ഷേത്രം ജീവനക്കാരുൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടക പ്രവർത്തനം നടത്തുന്ന ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കസേരകൾ തിങ്ങി നിറഞ്ഞ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ഇവൻറ്റുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലൊരു ആക്ഷേപം നടത്തി അതിനെ തകർക്കാൻ നോക്കേണ്ട. ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം സ്മൃതി ഈ ഇൻട്രോയിലൊക്കെ പറഞ്ഞ വളരെ കാര്യങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം അസ്പഷ്ടമായ ധാരണകളിൽ നിന്ന് ഒരാൾക്ക് സംസാരിക്കാമോ, ആ സംസാരം എത്രത്തോളം സർക്കാരിൻ്റെ വളരെ സദുദ്ദേശത്തോടുകൂടിയുള്ള സംരംഭത്തെ ആക്ഷേപിക്കാനുള്ള അവസരമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു സെക്കുലർ രാഷ്ട്രമാണ്. നമ്മുടെ സെക്കുലറിസത്തെ, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ സെക്കുലറിസം എന്ന ആശയത്തെ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ച ആൾ സോമനാഥ് ലാഹിരിയാണ്. സ്മൃതിക്ക് അത് അറിയാമല്ലോ, ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ. സോമനാഥ് ലാഹിരിയെ പോലുള്ള ആളുകൾ സെക്കുലറിസത്തെ കണ്ടതെങ്ങനെയാണ്? ഇന്ത്യ വൈവിധ്യങ്ങളുള്ള, വ്യത്യസ്ത വിശ്വാസധാരകളുള്ള, അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെയുള്ളൊരു സമൂഹമാണ്. ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം. എന്ന് പറയുമ്പോൾ എന്താണ്, വ്യത്യസ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും അതനുസരിച്ചിട്ടുള്ള മതധാരണകളും ഒക്കെയുള്ള ഒരു സമൂഹത്തെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹജ്ജിന് പോകുന്നവർക്ക് ആ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇപ്പോൾ കരിപ്പൂരിൽ വലിയ ഹജ്ജ് ഹൗസൊക്കെ ഇടതുപക്ഷം ഉണ്ടാക്കിയില്ലേ? സഖാവ് പാലോളി ഇവിടുത്തെ ന്യൂനപക്ഷ മന്ത്രിയായിരിക്കുന്ന സമയത്തല്ല അത് ചെയ്തത്. ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയല്ലേ? അതൊക്കെ ന്യൂനപക്ഷ പ്രീണനമായിട്ട് ഇവിടെ സംഘപരിവാർ ആക്ഷേപിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ശബരിമല. വിശ്വോത്തരമായൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇന്നത്തെ വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ശബരിമല എന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളരെ മതാതീതമായ ഒരു ആത്മീയതയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഗീത വ്യാഖ്യാനമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയത്. മുഖ്യമന്ത്രി ഗീതയിൽ എങ്ങനെയാണ്, ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് യഥാർത്ഥ ഭക്തരെ നിർവഹിച്ചിരിക്കുന്നത്? അപ്പോൾ ചരിത്രത്തിൽ നിന്ന്, ഇതിഹാസ കൃതികളിൽ നിന്ന്, ഇതിഹാസവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളിൽ നിന്ന് എങ്ങനെയാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഇന്നത്തെ സമൂഹത്തോട് സംസാരിക്കേണ്ടത്? അതിലെ തെറ്റായ വശങ്ങളോട് ചാതുർവർണ്ണ്യമായ സൃഷ്ടം എന്ന് പറയുന്ന, ശൂദ്രരും സ്ത്രീകളുമൊക്കെ നീചജന്മങ്ങളാണെന്ന് പറയുന്ന ഗീതയിലെ ഭാഗങ്ങൾ എതിർക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഡോക്ടർ DD കൊസാംബി ഉൾപ്പെടെയുള്ള ആളുകൾ ഭഗവത്ഗീതയുടെ സാമൂഹ്യ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് അതൊക്കെ കൃത്യമായ നിശിതമായ രീതിയിൽ തന്നെ അപഗ്രഥനം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ അപഗ്രഥനം ചെയ്തൊരു നിലപാട് സ്വീകരിക്കുമ്പോഴും ഗീത മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥ ഭക്തരാരാണ്? വിദ്വേഷം പടർത്തുന്നവരാണോ? മറ്റുള്ളവരെ വെറുക്കുന്നവരാണോ? എല്ലാവരുടെയും സുഖങ്ങൾ കാണുന്നവരല്ലേ? ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭക്തരെ സംബന്ധിച്ച ഒരു ശബരിമല അയ്യപ്പ സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരു ദർശനത്തെ തന്നെ അവതരിപ്പിക്കുകയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ചെയ്തത്. അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഭക്തി, വിശ്വാസം, ദൈവാരാധന ഇതെല്ലാം തന്നെ എന്താണ്?
അപരത്വ നിർമ്മിതിക്കെതിരായിട്ടുള്ള ശരി, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയെന്നുള്ള ചോദ്യമാണല്ലോ നിങ്ങൾക്ക് നേരെ വരുന്നത്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട്, ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഇടത് സർക്കാർ സംഘടിപ്പിക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അതിന് ആഗോള അയ്യപ്പ സംഗമം എന്ന് പേരിടുമ്പോൾ ഇതേ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുരോഗമനപരമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ നേരത്തെ മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റില്ല എന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ കൈയടിച്ചവരിൽ ഒരുപാട് സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നിലപാട് മാറ്റിയോ? ആ നിലപാട് ഞങ്ങൾ തിരുത്തുകയാണ് എന്ന സന്ദേശമാണോ ഈ പരിപാടി നടത്തുന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെയുണ്ട് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്നും ഗീതാവാക്യങ്ങൾ വരുമ്പോൾ അങ്ങിപ്പോൾ സെക്യുലറിസത്തെക്കുറിച്ച് വാചാലനായല്ലോ. സെക്യുലറിസം എന്ന് പറയുമ്പോൾ സെക്യുലറിസത്തെ എതിർക്കുന്ന, വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന, വർഗീയ പ്രസംഗങ്ങളിലൂടെ വർഗീയ ലഹളകൾക്ക് ആഹ്വാനം നൽകിയ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ക്ഷണിക്കുന്നു. ആ മുഖ്യമന്ത്രിക്ക് വരാൻ പറ്റാത്തതിൽ അദ്ദേഹം അവിടെ സന്ദേശം അയക്കുന്നു. ആ സന്ദേശം ഒരു മനോഹരമായ സന്ദേശമാണ് എന്ന് മന്ത്രി വി എൻ വാസവൻ വായിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് എന്നൊരു സന്ദേഹമുണ്ട്. അതിന് വ്യക്തമായ മറുപടിയുണ്ടോ? അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പരിപാടിയിൽ ഉണ്ടാകും. അതുവരെയും സമ്മതിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ മുഖ്യമന്ത്രിയുടെ വലതുവശത്തിരുത്തി ഒരുമിച്ച് വന്നിറങ്ങുന്നത് ആർക്ക് ഉള്ള സന്ദേശമാണ്? സ്മൃതി, സെക്യുലറിസത്തെയും നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിലുണ്ടാവേണ്ട മൈത്രി ബന്ധത്തെയും സംബന്ധിച്ച ഉറച്ച കാഴ്ചപ്പാടുകളാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. ആ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷം ഭരണഘടനയുടെ തുല്യനീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സുപ്രീം കോടതി വിധിയിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ആ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച ഉടനെ തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് എന്ന നിലക്ക് സുപ്രീം കോടതി വിധിയനുസരിച്ച് ക്ഷേത്രപ്രവേശനത്തിന് ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുത്തു. പക്ഷേ സ്മൃതിക്ക് അറിയാത്ത കാര്യമല്ലാലോ, ഇവിടെ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ആർത്തവ ലഹളകൾ ഉണ്ടാക്കി, വലിയ കുഴപ്പങ്ങളുണ്ടാക്കി, അതിനെ സുവർണാവസരമാക്കി ഇടതുപക്ഷത്തെ തകർക്കാനും ഹിന്ദുത്വ ധ്രുവീകരണം നടത്താനുമുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ആ ശ്രമങ്ങളുടെയൊക്കെ തന്നെ ചരിത്രഗതിയിൽ എന്താ സംഭവിച്ചത്? സുപ്രീം കോടതി തന്നെ ആ വിധി പരിശോധനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ആ ഒരു അധ്യായം ഓപ്പൺ ചെയ്യേണ്ടതല്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ എന്താണ് ശബരിമലയുടെ അല്ല ആ ഉത്തരവ് സുപ്രീം കോടതിയുടെ വിവിധ ബെഞ്ചുകളിൽ പലതരം കേസുകളായി നിൽക്കുകയാണ്. അത്തരം വ്യവഹാരങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയം ശബരിമലയുടെ തീർത്ഥാടകരായ എത്തുന്ന ആളുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെ ശബരിമല തീർത്ഥാടന ഒരു ആഗോള തീർത്ഥാടനത്തിൻ്റെ ഭാഗമാക്കാൻ, അങ്ങനെ നമ്മൾ തിരുപ്പതി ക്ഷേത്രം പോലെയും മധുരക്ഷേത്രം പോലെയൊക്കെ തന്നെ ശബരിമല ക്ഷേത്രത്തെ വികസിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സ്ത്രീ പ്രവേശനം ആ നിലപാടിൽ നിന്ന് ഇടതുപക്ഷം പിന്മാറിയോ? ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷം വിശ്വാസി സമൂഹത്തെ കൂടി ഉൾക്കൊള്ളുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. സ്ത്രീ പ്രവേശന നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റമില്ല, അതേ നിലപാട് ഞങ്ങൾ തുടരുന്നു എന്ന് പറയുന്നുണ്ടോ? CPM സംസ്ഥാന സെക്രട്ടറി അത് വളരെ കൃത്യമായി വ്യക്തമാക്കിയല്ലേ. ഭരണഘടനയുടെ തുല്യനീതിയുടെ അടിസ്ഥാനത്തിൽ ആ ഭരണഘടനയുടെ സുപ്രീം കസ്റ്റോഡിയനായ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അതനുസരിക്കാൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ സമൂഹത്തിനകത്ത് ഈ ഭരണഘടനക്കകത്ത് ജീവിക്കുന്ന ഞാനും സ്മൃതിയുമൊക്കെ ബാധ്യസ്ഥമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, ആ ആർട്ടിക്കിൾ 14 വിധേയമാണ് രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഏർപ്പാടുകളും. ഏത് വ്യവഹാരവും, അത് വിശ്വാസവും ആരാധനയൊക്കെയായി ബന്ധപ്പെട്ട ഏത് മനുഷ്യ വ്യവഹാരങ്ങളാകട്ടെ ആ വ്യവഹാരങ്ങളൊക്കെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് സുപ്രീമായ അഭിപ്രായം പറയേണ്ട ഒരു കോടതി ഒരു നിലപാട് പറഞ്ഞാൽ അത് ചരിത്രവിധിയാണെന്ന് AICCക്ക് ഒരു ട്വീറ്റ് ചെയ്ത് അവസാനിപ്പിക്കാവുന്നതല്ല. എനിക്കോ സ്മൃതിക്കോ അത് ചരിത്രവിധിയാണെന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല. ആ വിധി നടപ്പാക്കേണ്ട ഒരു സാഹചര്യം സുപ്രീം കോടതിയാണ് നമ്മളോട് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ആ കേസ് കൊണ്ടുപോയതാരാണ്? സുപ്രീം കോടതിയിൽ ഈ കേസ് കൊണ്ടുപോയി ഇടതുപക്ഷമാണോ CPM ആണോ? ആ കേസ് കൊണ്ടുപോയത് BJPയുമായി ബന്ധപ്പെട്ട വനിതാ അഭിഭാഷക സംഘമാണ്. അങ്ങനെ ഒരു വിധി വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ നോക്കി. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല.
ഇപ്പൊ ശബരിമലയുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട, അവിടുത്തെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട, അതിനെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട അതിന്റെ വികസന പ്രശ്നങ്ങളാണ് ഈ മാസ്റ്റർ പ്ലാനാണ് പ്രധാനമായിട്ടും. ശരി, അതിൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി കൂടി അങ്ങ് പറഞ്ഞാൽ അടുത്ത അതിഥികളിലേക്ക് പോകാം. എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ സ്വന്തം ഔദ്യോഗിക വാഹനത്തിൽ ഇരുത്തി കൊണ്ടുവന്നു? ഒന്ന്. രണ്ടാമത്തത്, എന്തിനാണ് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചത്? യോഗി ആദിത്യനാഥ് അല്ല, ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കത്തയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് യോഗി ആദിത്യനാഥിനും കത്തയച്ചിട്ടുണ്ട്. പല മുഖ്യമന്ത്രിമാരും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മറ്റ് മുഖ്യമന്ത്രിമാരുടെ സന്ദേശമൊന്നും വരാൻ പറ്റാത്തവരുടെ സന്ദേശമൊന്നും അവിടെ വായിച്ചു കണ്ടില്ല. അല്ല, അങ്ങനെ വന്നിട്ടുണ്ടാവില്ല. വന്ന സന്ദേശമായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. മനോഹരമായ സന്ദേശം എന്നാണ് വാസവന്റെ വിശേഷണം. നേരത്തെ തന്നെ ആ സന്ദേശത്തെ ഒരു മുഖ്യമന്ത്രിയുടെ, UP എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ്. അല്ലാതെ തലവൻ എന്ന നിലക്കല്ല. 40 വട്ടം എന്ത് വിഷയം വരുമ്പോഴും BJPക്കെതിരായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഉടനെ UP എന്ന് ചൂണ്ടിക്കാണിക്കരുത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. നിങ്ങൾ ആദരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ മനോഹരമായ സന്ദേശം വായിച്ചു അദ്ദേഹത്തിന്റെ. സ്മൃതിയുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു യുക്തിയല്ല ഞങ്ങൾക്കുള്ളത്. ശരി, നിങ്ങളുടെ യുക്തിയാണ് ഞാൻ അങ്ങയോട് വിശദമായി ചോദിച്ചത്. നിങ്ങളുടെ യുക്തി ബോധ്യമാകാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് യുക്തിയാണോ എന്നുള്ളതാണ് ചോദ്യം. തിരഞ്ഞെടുപ്പ് യുക്തിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പ്രശ്നമാണ്. ശരി, അല്ല, UP മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ആയിക്കോട്ടെ, അദ്ദേഹത്തെ നമ്മൾ ശ്രീകുമാർ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇതൊന്നും അറിയാത്ത എന്താണ് വളരെ ബാലിശമായ രീതിയിലുള്ള ചർച്ചയാണോ നമ്മൾ നടത്തുന്നത്? ശരി, ബാലിശമാണെന്ന് അങ്ങേക്ക് തോന്നുന്നതാണ്. ചോദ്യങ്ങളാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അസഹിഷ്ണുത കാണിക്കാതെ. ആയിക്കോട്ടെ, അത് അങ്ങയുടെ അഭിപ്രായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.